കുവൈറ്റിൽ വൻ തീപിടുത്തം. 30ഓളം പേർ മരണപ്പെട്ടു എന്നാണ് പ്രാഥമിക വിവരം. മലയാളികളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിവായിട്ടുള്ളത്. നിരവധി പേർക്ക് മാരകമായ പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില അതീവ ഗുരുതരമാണ്. 600ഓളം പേർ താമസിക്കുന്ന വലിയൊരു കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. കാരണം ഇതുവരെ അറിവായിട്ടില്ല. മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. മലയാളികളടക്കം നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് വൻ തീപിടുത്തമുണ്ടായിട്ടുള്ളത്. കുവൈറ്റിലെ മാങ്കഫിലാണ് ദാരുണമായ ഈ സംഭവം നടന്നിട്ടുള്ളത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അകലെയല്ലാത്തൊരു സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു ലേബർ ക്യാമ്പ്, അതായത് തൊഴിലാളികൾ താമസിക്കുന്ന വൻ ഫ്ലാറ്റാണ്. ഒരു 10-600 ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് മുമ്പ് തീപിടുത്തം ഉണ്ടായി. ഓൺ സ്പോട്ടിൽ 30 ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരുപാട് ആളുകളുടെ പരിക്ക് ഗുരുതരമാണ്. ഇത് തന്നെയാണ് ഞാൻ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ്. ഏകദേശം മലയാളികളാണ്, ഇന്ത്യക്കാരാണ് ഈ മരണപ്പെട്ടു പോയ ആളുകളിൽ ഭൂരിഭാഗവും. കുവൈറ്റിലെ മാങ്കഫിലാണ് താമസിക്കുന്നതിനോട് ചേർന്നിട്ട് തന്നെയാണ്. കുറച്ച് വമ്പൻ തീപിടുത്ത ലേബർ ക്യാമ്പാണ്. 30 ആളുകൾ ഓൺ സ്പോട്ടിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇനി എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളത് ഓരോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലും ഉണ്ട്. മരണസംഖ്യ ഉയരും. ഇപ്പോൾ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഒരു മലയാളിയെ. ഒയ്യൂരുള്ള ഒരു മലയാളിയാണ്, ഉമറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട്. 33 വയസ്സാണ്. അപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നപ്പോൾ ഒരു മലയാളിയാണ്. മറ്റ് 30 ആളുകൾ ബംഗാളികളുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇനി എത്ര മലയാളികൾ ഇനിയും കൂടി വരുന്നു എനിക്കറിയില്ല. ചെറുപ്പക്കാരൻ